ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് വ്യാജ പ്രൊഫൈൽ സ്ത്രീയുടെ പേരിലുണ്ടാക്കി ഒരാളിൽ നിന്ന് മാത്രമായി തട്ടിയത് 23 ലക്ഷം രൂപ. ഇതിനായി ഒരേ സമയം 2 വാട്സ്ആപ്പ് പ്രൊഫൈലുകൾ. മൂന്നാമനായി നേരിട്ടും വന്നു. ഒടുവിൽ തട്ടിപ്പിനിരയായ ആളുടെ പരാതി പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ പ്രതി പിടിയിലായി. തിരുവനന്തപുരം പാറശാല തച്ചൻവിള പ്രായരക്കൽ വിള വീട്ടിൽ ജ്ഞാനക്കണ്ണിന്റെ മകൻ സതീഷ് ജപകുമാറാണ് അറസ്റ്റിലായത്. കോഴഞ്ചേരി സ്വദേശിയാണ് തട്ടിപ്പിന് ഇരയായത്. വന്ദന കൃഷ്ണ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് തട്ടിപ്പിന് ഉപയോഗിച്ചത്. സംസാരശേഷിയില്ലാത്തയാളാണ് വന്ദന കൃഷ്ണ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പ്രത്യക്ഷപ്പെട്ടത്. 2019 കോഴഞ്ചേരി സ്വദേശിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. വന്ദന കൃഷ്ണയുടെ പിതാവ് റിട്ടയർ SP വാസുദേവൻ നായർ എന്ന പേരിൽ പരാതിക്കാരനുമായി വാട്സാപ്പിലും സതീഷ് ചാറ്റിംഗ് തുടങ്ങി. ഒരേ സമയം 2 പേരിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായി പരാതിക്കാരനുമായി ബന്ധം മുറുക്കി. വിവിധ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാം എന്ന് പറഞ്ഞ് പരാതിക്കാരനിൽ നിന്ന് 4 വർഷത്തിനിടെ 23 ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു. പരാതിക്കാരന് പത്തനംതിട്ട ഉള്ള സ്വകാര്യ കോളേജ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്റർ ആക്കി ഉയർത്താം എന്ന് പറഞ്ഞും പണം വാങ്ങി. ഇതിന്റെ ഇൻസ്പെക്ഷൻ എന്ന വ്യാജേനെ പ്രതി തന്നെ തമിഴ്നാട് സ്വദേശിയായി അഭിനയിച്ച് പത്തനംതിട്ടയിലെത്തി പരിശോധന നടത്തി. രേഖകളും മറ്റും വാങ്ങിപ്പോവുകയും ചെയ്തു. പാറശാല സ്വദേശിയായ സതീഷ് 12 കൊല്ലം മുമ്പ് വീടും നാടും ഉപേക്ഷിച്ച് പോന്നതാണ്. സ്ഥിരമായി ഒരിടത്തും നിൽക്കാതെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് മറ്റും താമസിച്ചു വരുന്നു. എറണാകുളം തൈക്കുടത്തിന് സമീപമുള്ള സ്ഥലത്ത് ചാർട്ടേഡ് അക്കൗണ്ട് ജോലിയാണ് എന്ന് പറഞ്ഞ് 3 വർഷമായി താമസിച്ചു വരികയായിരുന്നു. ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കോഴിക്കോട് സ്വദേശിയായ ഒരാളെ പറ്റിച്ചതായും പരാതിയുണ്ട്. 3 വർഷമായി യാതൊരു ജോലിയും ചെയ്യാതെ തട്ടിപ്പ് നടത്തി കിട്ടുന്ന പണം മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്നു. തട്ടിയെടുക്കുന്ന പണം മദ്യപിക്കുന്നതിനും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വേണ്ടിയായിരുന്നു ഇയാൾ കൂടുതലും ചെലവാക്കിയത്. ഇയാളുടെ തട്ടിപ്പിന് കൂടുതൽ പേർ ഇരയായിട്ടുണ്ടോ എന്ന വിവരം അന്വേഷിക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി V അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട DYSP S നന്ദകുമാറിന്റെ മേൽനോട്ടത്തിലാണ് പ്രതിയെ പിടികൂടിയത്.